ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഉദ്ധിതനായ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സമാധാനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഈശോയുടെ തികഞ്ഞ ആത്മബോധത്തെയാണ് വെളിവാക്കുന്നത് എന്ന് മനസ്സിലാകും. ഈശോയുടെ ഈ വാക്കുകൾ ഒന്ന് മനനം ചെയ്താൽ ഉയർന്ന ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാൻ സാധിക്കൂ എന്ന് ബോധ്യപ്പെടും. താൻ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ദൗത്യമെന്ത്, താനും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങളും തമ്മിലുള്ള അന്തരാർത്ഥമെന്ത് എന്നുള്ള കാര്യങ്ങൾ എത്ര വ്യക്തമായാണ് ഈ ഗുരുമൊഴികൾ നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഈശോയുടെ ഈ വർത്തമാനം കേൾക്കുന്ന ഓരോ ശ്രോതാവും എനിക്കുറപ്പാണ് ആത്മവിശ്വാസത്തിൻ്റെ വ്യക്തിത്വ ഉയർപ്പിൻ്റെ ഒരു പടിയെങ്കിലും മുന്നിൽ ചിന്തിക്കുമെന്നുള്ളത്. പ്രസിദ്ധ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ അബ്രഹാം മാസ്ലോ മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന മനഃശാസ്ത്ര സിദ്ധാന്തത്തിലൂടെ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ വ്യക്തിത്വത്തിനും അതിൻ്റെ ഉൾക്കാമ്പിനെക്കുറിച്ചും സമഗ്രമായും പൂർണ്ണമായും ലഭിക്കുന്ന അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇറ്റ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദ ഫുൾ പൊട്ടൻസി ഓഫ് പേഴ്സണാലിറ്റി. സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺസ് വ്യക്തികളുടെ സവിശേഷതകൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൽ 1-2 സവിശേഷതകളിൽ പറയും. ഇത്തരത്തിലുള്ള വ്യക്തികൾ സ്വയം അവബോധം ഉള്ളവരും മറ്റുള്ളവരെയും അവരെയും അവരായി കണ്ട് അംഗീകരിക്കുന്നവരുമാണ്. ദേ ഹാവ് എ കണ്ടിന്യൂസ് സെൻസ് ഓഫ് അക്സെപ്റ്റൻസ്. കൂടാതെ തങ്ങളുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളവർ കൂടിയാണ് ഇത്തരം വ്യക്തികൾ. ഈ മനഃശാസ്ത്ര സിദ്ധാന്തത്തെ ധ്യാനിക്കുമ്പോൾ ഒരു ഉത്തമ മാതൃകയായി എടുത്തു കാട്ടാൻ പറ്റുന്ന വ്യക്തിത്വമാണ് ക്രിസ്തുവിൻ്റേത് എന്ന് ഇന്നത്തെ ഈ വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. താൻ ആരെന്നും തൻ്റെ ഉറവിടം എവിടെ എന്നും താൻ ആയിരിക്കുന്ന ജനക്കൂട്ടത്തിനു മുമ്പിൽ ചങ്കുറപ്പോടെ വ്യാഖ്യാനിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കുന്നുണ്ട്. ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് ഈശോ അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുമ്പോൾ അതിലെ ധ്വനി തികഞ്ഞ അവബോധമുള്ള ഒരു വ്യക്തിയുടേതാണ്. തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യങ്ങളെക്കുറിച്ചും ഈശോയുടെ ബോധ്യങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ടാവണം അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവൻ്റെ വാക്കുകൾ ശ്രവിച്ച ജനക്കൂട്ടം ഇങ്ങനെ പറയുന്നത്. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞനെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഇതെന്ത് അധികാരത്തോടെയുള്ള പ്രബോധനമോ? യോഹന്നാൻ സുവിശേഷകനിലെ ഈശോയുടെ ഞാൻ പറച്ചിലുകളും ഈശോ തികഞ്ഞ വ്യക്തിബോധമുള്ള മനുഷ്യനാണെന്ന് വ്യക്തമാക്കുന്നതാണ്. തൻ്റെ കഴിവുകളെയും കുറവുകളെയും നിലം തികഞ്ഞ വ്യക്തതയോടെ മനസ്സിലാക്കി സാഹചര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ കൂടിയാണ് സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺസ്. ഇവിടെ പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച്, തനിക്ക് പിതാവിനോടുള്ള വിധേയത്വത്തെക്കുറിച്ചും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനതയെക്കുറിച്ചും വ്യക്തമായ ബോധ്യങ്ങളോടെയാണ് ഈശോ സംസാരിക്കുന്നത്. ഭഗവത്ഗീതയിലെ ഗീതോപദേശത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 54 തുടങ്ങി 72 വരെയുള്ള വാക്യങ്ങളിൽ സ്ഥിതപ്രജ്ഞ നേടിയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഗീത സ്പീക്സ് അബൌട്ട് ദ മാൻ ഓഫ് സ്റ്റഡി വിസ്ഡം. ഇത്തരത്തിലുള്ള വ്യക്തികളെ ദ പെർഫെക്റ്റ് സേജ് എന്നുകൂടി അറിയപ്പെടുന്നു. സത്യത്തെ അതിൻ്റെ ആഴത്തിൽ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞവരാണ് ഇത്തരക്കാർ. സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും വ്യത്യാസമില്ലാതെ ജീവിത വികാരങ്ങളെ സമചിത്തതയോടെ സമഭാവനയോടെ കാണാൻ പഠിപ്പിക്കുന്നവരാണ് സ്ഥിതപ്രജ്ഞ.